സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഘർ എന്ന് പറയുന്ന കഹാനിയാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ചട്പട് ഔർ നട്കട്ട് എന്ന് പറയുന്ന കഥയും ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന നാഗാർജുൻ്റെ കവിതയും ബൂഠി കാക്കി എന്ന് പറയുന്ന പ്രേംചന്ദിൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബ്ലർബും നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ 1ാം യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2nd യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഘർ എന്ന് പറയുന്ന പ്രഭാതിൻ്റെ സുന്ദരമായ ഒരു കഹാനിയും ഫൂൽ എന്ന് പറയുന്ന രാംദർശ് മിശ്രൻ്റെ ഒരു കവിതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കഥയായ ഘർ നമുക്ക് പഠിക്കണം. അതിനു മുമ്പായി നമുക്ക് ആ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പിക്ചർ എന്താണെന്ന് നോക്കാം. കായിദോ യൂണിറ്റ് 2 ഹരിയാലി കി ചാവുമേ. ഹരിയാലി എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചപ്പ് എന്നാണ്. ചാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തണൽ എന്നാണ്. അപ്പോൾ എന്താണ്? പച്ചപ്പിൻ്റെ തണലിൽ എന്നാണ്. ഹരിയാലി കി ചാവുമേ എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ തണൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. വീടിന് എന്താ നമ്മൾ പറയുക? ഘർ. അപ്പോൾ ഈ ഘർ വീടെന്ന് പറയുന്നത് എന്തിനാണ്? എല്ലാവർക്കും വസിക്കാനുള്ളതാണ്. അപ്പോൾ കേവലം മനുഷ്യന്മാർ മാത്രം വസിച്ചാൽ മതിയോ ഈ ഭൂമിയിൽ? അല്ല അല്ലേ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇവർക്കെല്ലാം വസിക്കണമെങ്കിൽ വീട് ആവശ്യമുണ്ട്. നമുക്കറിയാം, പക്ഷികളാണെങ്കിൽ മരത്തിൽ കൂട് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ വീടുകളുണ്ട്. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് സർവ്വ ജീവജാലങ്ങളുടെയും വീടാണ്. ഇപ്പോൾ കേവലം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ജീവജാലങ്ങൾക്കെല്ലാം ഈ ഭൂമിയിൽ അവകാശമുണ്ട്. അപ്പം ഭൂമിയുടെ അവകാശികളാണ് നമ്മളിവിടെ കാണുന്ന ഈ ചിത്രത്തിലുള്ള മനുഷ്യരുണ്ട്, അതുപോലെ പക്ഷികളുണ്ട്, ആട്, ആന, പശു, കുരങ്ങ്, അതുപോലെ കൊച്ചു കൊച്ചു പ്രാണികളിലെ കൊതുക്, ഈച്ച, പല്ലി, ഓന്ത്, പാമ്പ്, അരണ തുടങ്ങിയ സർവ്വ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ വസിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഈ പ്രാണികളെയെല്ലാം, കുഞ്ഞു പ്രാണികളോടെല്ലാം സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ ആദ്യത്തെ ഘർ എന്ന് പറയുന്ന കഥയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹൈക്കു കവിത കൊടുത്തിട്ടുണ്ട്. പുഷ്പ മെഹ്റയുടെ ഒരു ഹൈക്കു 3 വരി കൊടുത്തിട്ടുണ്ട്. സൂര്യകിരണേ ഹസ് ഹസ് സജാത്തി ധരാ കി വേണി. സൂര്യകിരണങ്ങൾ ഹസ് ഹസ് സജാത്തി പുഞ്ചിരിയോടെ അലങ്കരിക്കുന്നു. ധരാ കി വേണി ഭൂമിയുടെ ശിരസിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ശിരസിലേക്ക് പുഞ്ചിരിയോടുകൂടി സൂര്യകിരണങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ പ്രഭാതവും പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ഒരു ഭൂമിയിൽ പിറക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ പുഷ്പ മെഹ്റയുടെ ഒരു ഹൈക്കു ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് 2ാം യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഘർ. ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. അപ്പോൾ സുന്ദരമായിട്ടുള്ളൊരു കഹാനിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഘർ കഹാനി സ്റ്റോറിയാണ്. എഴുതിയിരിക്കുന്ന ലേഖകനാണ് പ്രഭാത്. അപ്പോൾ പ്രഭാതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഭാത് കാ ജന്മ 10 ജൂലൈ 1972. 1972 ജൂലൈ 10 അദ്ദേഹം ജനിച്ചത്. പ്രഭാത് കാ ജന്മ രാജസ്ഥാൻ മേ ഹുവ. പ്രഭാതിൻ്റെ ജനനം എവിടെയാണ്? രാജസ്ഥാനിലാണ്. വേ കവി ഹോനെ കെ സാത്ത് സാത്ത്. അദ്ദേഹം കവിയോടൊപ്പം തന്നെ ആരു കൂടിയാണ്? കഹാനികാർ ബീഹെ, ഒരു കഥാകൃത്ത് കൂടിയാണ്. പാനിയോ കി ഗാഡിയോ മേ ചുൽത്താ രഹാ ജാത്താ രഹാ ആദി ഉൻകി പ്രമുഖ രചനായം ഹെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 രചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാനിയോ കി ഗാഡിയോ മേം എന്നതും ചുൽത്താ രഹാ ജാത്താ രഹാ എന്ന് പറയുന്നതുമായ പ്രമുഖ രചനകൾ 2 എടുത്തിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഹാനി നമുക്ക് പഠിക്കാം. പാഠത്തിൻ്റെ പേര് ഘർ. ഇവിടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്കൊരാളെ കാണാം അല്ലേ. അദ്ദേഹം എന്തിൻ്റെയോ ഫോട്ടോ എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആരാണെന്നും എന്താണെന്നും ഒക്കെ നമുക്ക് നോക്കാം. കലി ജോ ഖിൽത്തി നഹീം ആജ് ഖിലി ഖിലി സീധി. गिरगिटने उसे सड़क पार कर आते देखा तो मुस्कराया. हेलो हेलो छिपकली ने कहा, तुम यहाँ. गिरगिट का गला फुल कर पिचका. കലി ജോ ഗിൽത്തി നഹീം. ഇവിടെ ആദ്യത്തെ വാക്ക് കലി എന്ന വാക്ക് ഒന്ന് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൂവിൻ്റെ മൊട്ടിനെയാണ്, പൂമൊട്ടിനെയാണ് നമ്മൾ കലി എന്ന് പറയുക. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കലി ജോ ഗിൽത്തി നഹീം. പൂമൊട്ട് വിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും പൂക്കാത്ത ഒരു പൂമൊട്ടാണ്. ആജ് ഖിലി ഖിലി സീതി. ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കലും വിരിയാത്ത ഒരു
കലി അത് ഇന്ന് വളരെ ഗിലി ഗിലി സീതി, ഗിലി ഗിലി വളരെ സന്തോഷത്തിലായിരുന്നു എന്ന്. ഇവിടുത്തെ കലി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്കലിയാണ്. ആരാണ് ചിപ്കലി? നമുക്കറിയാം പല്ലിയാണ്. നമ്മുടെ ഘർ എന്ന് പറയുന്ന പാഠ ഹെഡിങ്ങിൻ്റെ മുകളിൽ കാണാം അല്ലേ പല്ലിയെ, അതാണ് ചിപ്കലി. അപ്പോൾ ചിപ്കലിയെ ആണ് നമുക്കിവിടെ കലിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കലി ജോ ഗിൽത്തി നഹീം, ഏതൊരു പൂമൊട്ടാണോ വിരിയാതിരുന്നത്, ആജ് ഇന്ന് ഖിലി ഖിലി സീതി, വളരെ സന്തോഷത്തിലായിരുന്നു. ഖിലി ഖിലി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ എന്നർത്ഥമാണ് കേട്ടോ. ഗിർഗിട്ടിനെ ഉസേ സടക്ക് പാർക്കർ ആത്തേ ദേക്കാത്തോ മുസ്കരായ ഹലോ. ഗിർഗിട്ട് ആരാണ്? ഗിർഗിട്ട് നമുക്കറിയാം ഓന്ത്. അപ്പം നമ്മുടെ സന്തോഷത്തോടു കൂടി വരുന്ന ചിപ്കലീനെ ആര് കാണുകയാണ്? ഗിർഗിട്ട് കാണുകയാണ്. ഗിർഗിട്ടിനെ ഉസേ സടക്ക് പാർക്കർ ആത്തേ, ഏതിലൂടെയാണ് വരുന്നത്? സടക്ക് പാർക്കർ, റോഡ് മുറിച്ച് കടന്നുകൊണ്ട്, ആത്തേ വരുന്ന, ദേക്കാത്തോ മുസ്കരായ, അവനെ കണ്ടപ്പോൾ നമ്മുടെ ഓന്ത് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഹലോ ഹലോ ചിപ്കലീനെ കഹ. അപ്പോൾ ഹലോ എന്ന് നമ്മുടെ ഓന്ത് ചിപ്കലിയോട് പറഞ്ഞപ്പോൾ ചിപ്കലി തിരിച്ചു നമ്മുടെ ഓന്തിനോട് എന്ത് പറഞ്ഞു? ഹലോ എന്ന് അഭിവാദ്യം ചെയ്തു. അങ്ങനെ നമ്മുടെ ഓന്ത് ചിപ്കലിയായ പല്ലിയോട് ചോദിക്കുക, തും യഹാം, നീ എന്താ ഇവിടെ? ഗിർഗിട്ട് ക ഗലാ ഫൂൽക്കർ പിച്ചുക. ഗിർഗിട്ട് എങ്ങനെയാ ചോദിച്ചത്? ഗിർഗിട്ടിൻ്റെ കഴുത്ത് ഫൂൽക്കർ വീർക്കുകയും പിച്ചുക ചുരുങ്ങുകയും അല്ലേ. നമുക്കറിയാം ഓന്തിൻ്റെ കഴുത്തിൽ എപ്പോഴും ഇങ്ങനെ വീർത്ത് ചുരുങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം കഴുത്ത് വീർപ്പിക്കുകയും ചുരുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഗിർഗിട്ട് ഓന്ത് നമ്മുടെ ചിപ്കലിയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് റോട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. തും യഹാം സെ ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എവിടെയെന്നോ? ക്യാ മത്ലബ് ഹേ തുമാര, എന്താ നീ ചോദിച്ചതിൻ്റെ അർത്ഥം? ചിപ്കലി ബോലി, ചിപ്കലി പറഞ്ഞു. ചിപ്കലി ചോദിച്ചു, എന്താ നീ എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? നീ എന്താ ഇവിടെയെന്ന് ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ഓന്തിനോട് നമ്മുടെ പല്ലി ചോദിക്കുകയാണ്. അപ്പോൾ എന്താ കാരണം നോക്കിയേ. ദീവാർ പർ രഹിനെ വാലി കോ സടക്ക് പർ ദേക്ക് കർ ഇത്തനാ തോ പൂച്ചാ ഹി ജാ സക്താ ഹേ. ഓന്ത് പറഞ്ഞത് എന്താ? ഗിർഗിട്ട് എന്താ പറഞ്ഞത് നോക്കിയേ. ദീവാർ പർ, ചുമരുമേല്, രഹിനെ വാലിക്കോ, താമസിക്കുന്ന ആളെ, സടക്ക് പർ ദേക്ക് കർ, റോട്ടിൽ കണ്ടപ്പോഴേ, ഇത്തനാ തോ പൂച്ചാ ഹി ജാ സക്താ ഹേ, ഇതല്ലേ ഞാൻ ചോദിക്കേണ്ടത്. നീ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? നീ ചുമരിലല്ലേ ഉണ്ടാവാറുള്ളത്. ഇപ്പം നിന്നെ ഞാൻ റോട്ട് കണ്ടതുകൊണ്ടാണ് നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചതെന്ന് ആര് പറയാണ്? ഗിർഗിട്ടിനെ രംഗ് ബദൽത്തെ ഹുയേ കഹ, നമ്മുടെ ഓന്ത് രംഗ് ബദൽത്തെ, നിറം മാറ്റിക്കൊണ്ട്, കഹ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ എന്താണ്? ചിപ്കലി ആരാണ്? പല്ലിയാണ്. ഗിർഗിട്ട് ആരാണ്? ഓന്താണ്. അപ്പോൾ അവർ രണ്ടുപേരെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ മറുപടി ആയിട്ട് നമ്മുടെ പല്ലി പറഞ്ഞേ നോക്കാം. മേം ആജ് ഘർ ബദൽ രഹി ഹും, ഞാൻ ഇന്നേ വീട് മാറാൻ പോവുകയാണ്. മേ ആജ്, ഞാൻ ഇന്ന് ഘർ ബദൽ രഹി ഹും, ബദലിനെ മാറുക, വീട് മാറുകയാണ്. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയേ കഹ, ചിപ്കലി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഓന്തിനോട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാൻതേ ഹോഗേ. നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ കുറിച്ച് അറിയില്ലേ? അപ്പം നമ്മുടെ പല്ലി ചോദിക്കുക, നിനക്കേ ശ്രീമാൻ ഫർഹാദിനെ അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അടുത്ത കഥാപാത്രം വന്നല്ലേ, ഫർഹാദ്. ആരായിരിക്കും ഈ ഫർഹാദ്? നമുക്കറിയാം, അവിടെ ആ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് കേട്ടോ ഫർഹാദ്. അപ്പം എന്താണ് ഗിർഗിട്ടിൻ്റെ മറുപടി? അതെ അതെ, പെഹലെ ജബ് ബി ഹം മിലേ ഹേ, എപ്പോഴൊക്കെ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയിട്ടുണ്ടോ, തുമ്നെ ഉൻകാ സിക്ർ കിയാ ഹേ, അന്നൊക്കെ നീ അവനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്യാ ഹുവാ ഉനെ? ഗിർഗിട്ടിനെ ഗിർഗിട്ടി ആവാസ് മേ കഹ. എന്ത് പറ്റി അദ്ദേഹത്തിന്? ഗിർഗിട്ട് നമ്മുടെ ഓന്തിൻ്റെ ശബ്ദത്തിൽ, അതാണ് ഗിർഗിട്ടി ആവാസ് എന്ന് കൊടുത്തിരിക്കുന്നത്, ഓന്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു, എന്താ ഫർഹാദിന് എന്താ പറ്റിയേ? സിക്ർ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മുടെ ചിപ്കലിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹുവാ കുച്ച് നഹി ബുദ്ധു, അവനൊന്നും പറ്റിയിട്ടില്ല. ബുദ്ധു എന്ന് പറഞ്ഞാൽ വിഡ്ഢി. തമാശയ്ക്ക് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഫർഹാദിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വേ ജിസ് കിരായേക്ക് കമരെ മേ രഹത്തേത്, കിരായേക്ക് കമരെ, കിരായ എന്ന് പറഞ്ഞാൽ വാടക, കമരെ റൂം. അവനൊരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അഭിനഹി രഹത്തെ, ഇപ്പോൾ അവൻ അവിടെ ഇല്ല, അപ്പോൾ അവൻ അവിടെ താമസിക്കുന്നില്ല. ഉനോനെ അപ്ന നയാ ഘർ ബനാലിയാഹേ, ഇപ്പം അദ്ദേഹം എന്ത് ചെയ്തു? നയാഘർ, പുതിയ വീട്, ബനാലിയാഹേ, പണിതു. അപ്പോൾ ഫർഹാദ് വാടക വീട്ടിൽ നിന്ന് മാറി പുതിയൊരു വീട് നിർമ്മിച്ചു എന്നാണ് ഇവിടെ നമ്മുടെ ചിപ്കലി ഗിർഗിട്ടിനോട് പറയുന്നത്, പല്ലി ഓന്തിനോട് പറയുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ചിപ്കലീനെ കഹ, ചിപ്കലി പറഞ്ഞു,
തോ തുമേ ഇസ്സേ ക്യാ ഗിർഗിട്ട് ഗിർഗിട്ടിയായ. അത് ശരി, അതും നീയും തമ്മിൽ എന്താ ബന്ധം? ഇതുകൊണ്ട് എന്താന്നുള്ള അർത്ഥത്തിൽ ഓന്ത് ചോദിക്കുക. ഫർഹാദ് വാടക വീട് മാറി, അതിന് നിനക്കെന്താ കാര്യം? ഗിർഗിട്ട് ഗിർഗിട്ടിയായ. നമ്മുടെ ഓന്തിൻ്റെ സ്വരത്തിൽ വീണ്ടും ചോദിക്കുക. നമ്മുടെ ചിപ്കലിയുടെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. മേരാ ജീന ദൂബർ ഹോ ഗയാ ഹെ. എൻ്റെ ജീവിതം വളരെ അസഹ്യമായിരുന്നു ആദ്യം. അപ്പോൾ ഫർഹാദിൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ് ഇവിടെ ചിപ്കലി പറയുന്നത്. ഇപ്പം നീ ചോദിച്ചില്ലേ നീയും ഇതും തമ്മിൽ എന്താണ് എന്ന്. തും കഭി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമരെ മേ തോ കുച്ച് സമച്ച് പാത്തേ. നീ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു. ഇതാരാ പറയുന്നത്? നമ്മുടെ ചിപ്കലി ഗിർഗിട്ടിനോട് പറയാ. അപ്പം നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ആരുടെ കൂടെ താമസിക്കണമായിരുന്നു? ഫർഹാദിൻ്റെ കൂടെ നീയും ഒന്ന് താമസിക്കണമായിരുന്നു എന്ന് ഇവിടെ ചിപ്കലി ഗിർഗിട്ടിനോട് പറയാണ്. കിത്തിനെ സലീക്കേസെ രഹത്തെ ദേഹം. സലീക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തസ് എന്നാണ്. എത്ര അന്തസ്സോടെ ആയിരുന്നു രഹത്തെ ദേഹം ഞങ്ങൾ താമസിച്ചതെന്നറിയോ? നമ്മുടെ ചിപ്കലി പല്ലി ഓന്തിനോട് പറയാ, ഞങ്ങൾ ഫർഹാദിൻ്റെ വീട്ടിൽ എത്ര അന്തസ്സോടു കൂടി അതിജീവിച്ചത്. സലീക്കെ എന്ന് പറഞ്ഞ അന്തസ്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां थी. ഉൻകെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കിതാബോं की പുസ്തകങ്ങളുടെ ബഡി ബഡി അൽമാരിയാന്തി വലിയ വലിയ ഷെൽഫുകളൊക്കെ ഉണ്ടായിരുന്നു, അൽമാരകളൊക്കെ ഉണ്ടായിരുന്നു. വേ കിതാബോं के ആകെ രഹത്തേത് അദ്ദേഹം എപ്പോഴും പുസ്തകത്തിൻ്റെ മുമ്പിലായിരുന്നു താമസിച്ചിരുന്നത്. മേ കിതാബോं के പീച്ചെ ഞാൻ പുസ്തകങ്ങൾക്ക് പിന്നിലും എന്ന് പറഞ്ഞാൽ എപ്പോഴും വായിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു നമ്മുടെ ഫർഹാദ്. അപ്പം ഫർഹാദിൻ്റെ പുസ്തക അലമാരിയുടെ പിന്നിൽ ബുക്കിൻ്റെ പിറകിലൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും താമസിക്കാറുണ്ടായിരുന്നു എന്ന് പല്ലി പറയാം. വേ കിതാബോं के ആകെ രഹത്തേത് അതാണ് പറഞ്ഞത്. അദ്ദേഹം പുസ്തകത്തിൻ്റെ മുമ്പിലായിരുന്നു വസിച്ചിരുന്നത്. മേ കിതാബോं के പീച്ചെ ഞാൻ പുസ്തകത്തിൻ്റെ പിന്നിലും എന്ന് പറഞ്ഞ ഫർഹാദിൻ്റെ വീട്ടിൽ സ്വച്ഛന്തം ഒരു പ്രശ്നവും കൂടാതെ വിഹരിച്ചിരുന്നു ആര്? നമ്മുടെ പല്ലി. അതാണ് കേട്ടോ. കുറേ ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് മുമ്പോട്ടേക്ക്. मैं कितने ही बार उनसे कपड़ों की गली में मिली. ഞാൻ എത്ര തവണ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളുടെ ആ ഒരു കൂമ്പാരത്തിൽ എന്നെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ വെക്കുന്ന ഷെൽഫിൽ വെച്ച് ഫർഹാദ് എന്നെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ബർത്തനോं की गली में मिली പാത്രങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഫർഹാദും ഞാനും കണ്ടുമുട്ടിയിട്ടുണ്ട്. ദരാസ് മാർക്കറ്റ് में मिली വലിയ മാർക്കറ്റിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ में मिली ഡസ്റ്റ്ബിന്നിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജാഡു കെ നീച്ചെ മിലി ചൂലിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹമേശ മുസ്കരായെ. അപ്പം കണ്ടുമുട്ടുമ്പോഴെല്ലാം ഇപ്പോഴും ഫർഹാദ് എന്നോട് മുസ്കരായെ പുഞ്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫർഹാദിൻ്റെ വീട്ടിൽ എല്ലായിടത്തും നമ്മുടെ പല്ലി ഓടിച്ചാടി നടക്കുമായിരുന്നു. കാരണം അത് കാണുമ്പോൾ ഫർഹാദ് നമ്മുടെ പല്ലിയെ ഓടിച്ചു വിടുകയൊന്നുമില്ല, ഫർഹാദ് പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം പുസ്തകം വെക്കുന്ന അലമാരയിലും ഡ്രസ്സ് വെക്കുന്നിടത്തും പാത്രങ്ങളുടെ സൈഡിലും അതുപോലെ വേസ്റ്റ് ബിന്നിലും ഒക്കെ വെച്ച് ഞാൻ ഫർഹാദിനെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മേര തജുർബ കഹ്താ ഹെ. തജുർബ എന്ന് പറഞ്ഞാൽ അനുഭവം. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. കി എന്തെന്നാൽ ചിപ്കലിയോं के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. എന്താ പറഞ്ഞേ? ചിപ്കലിയോं के पीछे പല്ലികൾക്ക് പിന്നാലെ ജാഡു ലേക്കർ ചൂലുമെടുത്തിട്ട് പടേരഹിനെ വാലോമേസെ ഓടിച്ചു വിടുന്നവരുടെ കൂട്ടത്തിൽ വോ നഹീഹെ ആയിരുന്നില്ല അയാൾ. അപ്പോൾ ഫർഹാദ് എന്നെ കാണുമ്പോഴേ ചൂലെടുത്ത് വരുന്ന കൂട്ടത്തിലായിരുന്നില്ല, ഓടിച്ചു വിടുമായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മുടെ ചിപ്കലി പറയുന്നത്. ഫർഹാദിൻ്റെ വീട്ടിൽ ഞാൻ വളരെ അന്തസ്സോടു കൂടിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഫർഹാദ് താമസം മാറ്റിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ചിപ്കലി പറയുന്നത്. ഹോത്തെ ഹേ കുച്ച് ലോഗ് ഗിർഗിട്ടിനെ ഉബാസിലെത്തെ ഹുയെ കഹാ. ശരിയാ കുറേ ആളുകൾ അങ്ങനെയുണ്ട്. ഗിർഗിട്ടിനെ ഉബാസിലെത്തെ ഹുയെ കഹാ. ഉബാസി എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇടുക. നമ്മുടെ ഗിർഗിട്ട് കോട്ടുവായ ഇട്ടുകൊണ്ട് പറഞ്ഞു ശരിയാ അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട്. എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ പല്ലി വീണ്ടും പറയാം ഉൻസെ പെഹലെ അതിനു മുമ്പ് മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി തി. നിനക്ക് കേൾക്കണോ? അതിനു മുമ്പ് ഞാൻ ശ്രീമതി ശാന്തിദാസിൻ്റെ കൂടെ കുച്ച് ദിൻ രഹി തി കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. പൂരി അശാന്തിദാസ് ദീവേ. അവരെന്ന് പറഞ്ഞാൽ വളരെ അശാന്തിദാസ് ആയിരുന്നു. പേര് പോലെയല്ല, അവൾ ഭയങ്കര ഒരു അശാന്തിദാസ് ആയിരുന്നു. മുജെ ദേഖ്തേ ഹി എന്നെ കാണുമ്പോൾ തന്നെ ചില്ലാത്തീതി ബഹളം ഉണ്ടാക്കുമായിരുന്നു. പല്ലീനെ എവിടെയെങ്കിലും കാണുമ്പോൾ ഈ ശാന്തിദാസ് എന്ത് ചെയ്യും? ബഹളം വെക്കും. ഉയ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉയ് എന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഗിഗി ബന്ദ് ജാത്തീതി ഉൻകി
ശബ്ദം വായിന്ന് വലിയ വലിയ വായിൽ ഒച്ചിട്ട് അലറാതെ ബന്ദ് ജാത്തി തീ ഉനിക്ക്. അവരിങ്ങനെ വലിയ ഒച്ച എടുക്കും, പക്ഷെ വലിയ സൗണ്ട് പുറത്തേക്ക് വരില്ല. കെഹത്തി തീ, പല്ലിയെ കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും, സുശാന്തോ ജൽദി ആവോ. ആരാ സുശാന്തോ? ഈ ശാന്തിദാസിൻ്റെ ഭർത്താവിനെ വിളിക്കും. സുശാന്തോ ജൽദി ആവോ, വേഗം വായോ, ഇസെ ഭഗാവോ, ഇതിനെവിടെ നിന്ന് ഓടിക്ക് എന്ന് പറയാറുണ്ട് എന്ന് നമ്മുടെ പല്ലി പറയാ. ശാന്തിദാസിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കാൻ പോയപ്പോൾ തന്നെ നമ്മുടെ പല്ലിക്ക് മതിയായി. പല്ലിയെ കാണുമ്പോൾ തന്നെ ശാന്തിദാസ് എന്ത് ചെയ്യും, വളരെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഭർത്താവിനെ വിളിച്ചിട്ട് ഇതിനെ ഓടിച്ചു വിടാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. മേ ഉൻകെ സാത്ത് ഏക്ക് സപ്താഹ് നഹി ടിക് സകി, എനിക്ക് അവരോടൊപ്പം ഒരാഴ്ച പോലും താമസിക്കാൻ പറ്റിയില്ല. पर कहते हैं न जो वास्तव में भला होता है उसे भले लोग ज़रूर मिलते हैं. പറയാറില്ലേ, എന്താ വാസ്തവത്തിൽ നല്ലവർ തീർച്ചയായും നല്ല ആളുകളെ കണ്ടെത്തും. അപ്പോൾ അവരെ കൂടെ താമസിക്കാൻ കൊള്ളില്ല, നല്ല ആൾക്കാരെ എന്തായാലും നമ്മൾ കണ്ടെത്തുമെന്ന് പറയാറില്ലേ എന്ന് നമ്മുടെ പല്ലി ചോദിക്കുക. ഫലസ്വരൂപ്, അതിൻ്റെ ഫലമായി മേരി ജിന്ദഗിമേം, എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് ആഹിഗയെ, അങ്ങനെ ഒരു നല്ല ആളെ ഞാൻ കണ്ടുപിടിച്ചു. അതാണ് ആര്? ശ്രീമാൻ ഫർഹാദ്. അങ്ങനെ നല്ല ആൾക്കാരെപ്പോഴും നല്ല ആളുകളോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫർഹാദിനെ കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ നമ്മുടെ പല്ലി പറയുന്നത്. കെഹത്തെ ഹുയേ ചിപ്കലി കെ ചെഹരെ പർ വൈസി ഹി അസീം ശാന്തി ദി. ഇത് പറഞ്ഞപ്പോൾ തന്നെ ചിപ്കലി കെ ചെഹരെ പർ, ചിപ്കലി പല്ലിയുടെ മുഖത്ത്, ചെഹരെ മുഖം, വൈസി ഹി അപ്രകാരം ഒരു അസീം ശാന്തി ദി ജൈസി സംഗമർമർ കി മൂർത്തിയോമേ ഹോത്തി ഹെ. ഒരു മാർബിൾ പ്രതിമ എത്രത്തോളം പ്രകാശിക്കുന്നുവോ അതുപോലെയുള്ള ഒരു അതിരില്ലാത്ത ശാന്തത നമ്മുടെ പല്ലിയുടെ മുഖത്ത് ആരെക്കുറിച്ച് പറയുമ്പോഴുണ്ടായിരുന്നു? ഫർഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ ഫർഹാദിനോടൊപ്പം താമസിക്കാൻ നമ്മുടെ പല്ലിക്ക് ഇഷ്ടമാണ്, ഫർഹാദിൻ്റെ വീട്ടിൽ താമസിക്കാൻ. കാരണം ചൂലെടുത്ത് ഓടിക്കൊന്നുമില്ല. അപ്പോൾ ഫർഹാദിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ഗിർഗിട്ടിനോട് പല്ലി പറയുന്നത്. ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ ഓന്ത് നമ്മുടെ ചിപ്കലിനോട് പറയാ, ഹോ ചിപ്പു മേ തുമാരാ ദർദ് സമച്ചത്താകും. ഇവിടെ ചിപ്പു ചുരുക്കപ്പേരായിട്ട് പറയാ കേട്ടോ, ചിപ്കലിയെ ചുരുക്കി വിളിക്കുകയാണ്. അല്ലയോ ചിപ്പു, മേ ഞാൻ തുമാരാ ദർദ് സമച്ച് സക്താകും, നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നു. ദർദ് വേദന. കിത്തനി ദഫ മേ ഖുദ് ഐസെ അനുഭവ് സെ ഗുസരാകും. നിനക്കറിയോ, ഞാനും കിത്തനി ദഫ, എത്ര തവണ, ദഫ എന്ന് പറഞ്ഞാൽ എത്ര തവണ, തവണ എന്നാണ് കേട്ടോ, എത്ര തവണ ഖുദ് ഐസെ അനുഭവസെ ഗുജറാഹും, ഇതുപോലുള്ള അനുഭവത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഗിർഗിട്ടിനെ കഹാ, ഓന്ത് പറഞ്ഞു. അപ്പോൾ പല്ലിക്കുണ്ടായതുപോലത്തെ അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓന്ത് ഗിർഗിട്ട് പറയുന്നത്. ഗിർഗിട്ടിനും ഉണ്ടായിട്ടുണ്ട് എന്ന്. सो अब मेरा इरादा श्रीमान फरहाद के घर में ही बचा कुचा जीवन गुजारने का है, चिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा. സോ അതിനാൽ അബ് ഇപ്പോൾ മേരാ ഇരാദ തീരുമാനം, എൻ്റെ തീരുമാനം, ശ്രീമാൻ ഫർഹാദ് കെ ഗർമേ, ശ്രീമാൻ ഫർഹാദിൻ്റെ വീട്ടിൽ ബച്ചാ ഗുച്ചാ ജീവൻ, ബാക്കിയുള്ള ജീവിതം, ഇനി ശേഷിക്കുന്ന ജീവൻ, അതാണ് ബച്ചാ ഗുച്ചാ ജീവൻ, ബാക്കി ജീവിതകാലം, ഗുസർനെ കാഹ്, ഞാൻ ചിലവഴിക്കും. ആരുടെ വീട്ടിൽ പോയിട്ട് ഇനി ഞാൻ താമസിക്കും? ഫർഹാദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. ചിപ്കലി ഏക് ഹി വാക്യമി, ഒറ്റൊരു വാക്യത്തിൽ ബാത്ചീത്ത് സമാപ്ത് കർത്തേ ഹുയേ കഹ, ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ചിപ്കലി പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി എൻ്റെ ബാക്കി ശേഷിക്കുന്ന കാലം ഫർഹാദിൻ്റെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. വിചാർ അച്ചാ ഹെ, ഗിർഗിട്ട് പോലെ. അപ്പോൾ ഗിർഗിട്ട് മറുപടി പറഞ്ഞു, വിചാർ അച്ചാ ഹെ, അത് നല്ല തീരുമാനമാണ്. അച്ചാ ഹെ നാ, വക്ത് മിലേ തോ ആനാ കഭി, കഹത്തെ ഹുയേ ചിപ്കലി ആകെ ബഡ് ഗയി. ശരിയാണ്, അച്ചാ ഹെ നാ, ശരിയാണല്ലേ, വക്ത് മിലേ തോ, അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ, ആനാ കഭി, ഇടയ്ക്കൊക്കെ വരണം. കഹത്തെ ഹുയേ ചിപ്കലി ആകെ ബഡ് ഗയി, ഇതും പറഞ്ഞുകൊണ്ട് ചിപ്കലി മുന്നോട്ടേക്ക് പോകുന്നു. ജരൂർ ജരൂർ, തീർച്ചയായും, മുझे തുംസെ മിൽനെ ആന അച്ഛാ ഹി ലഗേഗ, എനിക്ക് ഇടയ്ക്കൊക്കെ നിന്നെ കാണാൻ തോന്നും. ഹാത്ത് ഹിലാത്തെ ഹുയേ ഗിർഗിട്ട് ചിപ്കലിക്കോ ജാത്തെ ദേഖ്താ രഹ, കൈയിളക്കിക്കൊണ്ട് ഗിർഗിട്ട് ചിപ്കലിയെ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു. അപ്പോൾ ചിപ്കലി പറഞ്ഞു, നീ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗിർഗിട്ട് പറയാണ്, തീർച്ചയായും ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട് എന്ന്. ഗിർഗിട്ട് ചിപ്കലി പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുന്നു.
റോട്ടിൽ നിന്ന് ഗിർഗിട്ടും നമ്മുടെ ചിപ്കലിയും കൂടെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾക്ക് മറ്റൊരു കഥാപാത്രത്തെ മനസ്സിലായി, ഫർഹാദാണ്. ഫർഹാദിന് ജീവജാലങ്ങളോടുള്ളൊരു സ്നേഹമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫർഹാദിനെക്കുറിച്ചും ശാന്തിദാസിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ചിപ്കലിയും അതുപോലെ ഗിർഗിട്ടും തമ്മിൽ സംസാരിച്ചിരുന്നതും നമ്മൾ കണ്ടു. ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഖിൽത്തി എന്ന് പറഞ്ഞാൽ വിരിയുക, ഖിലി ഖിലി വളരെ സന്തോഷത്തിൽ, ഗിർഗിട്ട് ഓന്ത്, ചിപ്കലി പല്ലി, സടക്ക് റോഡ്, പാർ കർണ മുറിച്ച് കടക്കുക, മുസ്കരായ പുഞ്ചിരിക്കുക, ഫൂൽക്കർ വീർപ്പിച്ചിട്ട് പിച്ചുക്ക ചുരുക്കുക. അപ്പം ഗള ഫൂൽക്കർ പിച്ചുക്ക എന്ന് പറഞ്ഞാൽ കഴുത്ത് വീർപ്പിക്കുകയും ചുരുക്കുകയും ചെയ്യുക. മത്ലബ് അർത്ഥം. ദീവാർ എന്താണ്? ചുമര്. രംഗ് ബദൽന നിറം മാറ്റുക. ജിക്ർ സൂചന. കമര മുറി. കിരായെ വാടക. കിരായയ്ക്ക് കമര വാടക മുറി. ഗിർഗിട്ടിയായ എന്ന് പറഞ്ഞാൽ ഓന്തിൻ്റെ സ്വരത്തിൽ എന്നാണ് കേട്ടോ. ധൂബർ അസഹ്യം. സലീക്കെ അന്തസ്. ദരാസ് മാർക്കറ്റ് വലിയ മാർക്കറ്റ്, വലിയ അങ്ങാടി എന്നൊക്കെ പറയും. ചാടു ചൂല്. തജുർബ അനുഭവം. ഭഗാന ഓടിക്കുക. ദർദ് വേദന. ദഫ തവണ. ഖുദ് സ്വയം. ഇരാദ തീരുമാനം. ബച്ചാക്കുച്ച ബാക്കി. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത്രയും ഭാഗം വായിച്ച് മനസ്സിലാക്കുക.